ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. മലയിടം തുരുത്ത് പര്യത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കലിൽ ഇടപെട്ട് സർക്കാർ. കോടതിയോട് സാവകാശം ചോദിക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചു. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിലാണ് തീരുമാനം. പ്രദേശവാസികളുമായി സംസാരിക്കാൻ മന്ത്രി റോജി എം ജോണിനെ ചുമതലപ്പെടുത്തി. ഷിപാലുണ്ട്. ഷിപാൽ, CPM ഈ വിഷയത്തിൽ ഇടപെട്ടു. ഈ വിഷയം സങ്കീർണമാണെന്നറിയാം. അത്ര പെട്ടെന്ന് പരിഹരിക്കുക സാധ്യമല്ല. ഒരു ഭാഗത്ത് മനുഷ്യാവകാശ പ്രശ്നമാണ്, ദളിത് വിഭാഗമാണ്. CPM കൂടി ഇടപെട്ടതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതോടുകൂടി വിഷയം കയ്യിൽ നിന്ന് പോകുമെന്നുള്ളത് വ്യക്തമായും അറിയാം. മറ്റൊരു പ്രതിഷേധമായി ആറളം പോലെയോ മുത്തങ്ങ പോലെയുള്ള ഒരു പ്രശ്നമായിട്ടത് മാറരുത്. അതുകൊണ്ട് തന്നെയാണോ മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ? റോഷി. അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. കാരണം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം തൊട്ടു പിന്നാലെ തന്നെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. കാരണം അപ്പോൾ തന്നെ പ്രാഥമിക ഇടപെടൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് പോലീസിനെ പിൻവലിച്ചത്. അവിടെ വലിയ സംഘർഷ സാഹചര്യം ഉന്നതിയിൽ മലയിടം തുരുത്ത് ഉന്നതിയിൽ ഉണ്ടാവുകയും അവിടെ നിന്നും വളരെ പെട്ടെന്ന് തന്നെ പോലീസിനെ പിൻവലിക്കാൻ പോലീസ് മേധാവി റാവട ചന്ദ്രശേഖർക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. അങ്ങനെയാണ് സംഘർഷം അന്ന് താൽക്കാലികമായി ശമിച്ചത്. പക്ഷേ പ്രദേശവാസികൾക്ക് വലിയ ആശങ്കയുണ്ട്. ഇനിയും നടപടിയുമായി പോലീസ് വരുമെന്ന്, ഒഴിപ്പിക്കൽ നടപടിയുമായി. ആ ഒരു സാഹചര്യത്തിൽ ഇത് സങ്കീർണമായ വിഷയം. ഈ വിഷയത്തിൽ LDF അതുവരെ ആയുധമാക്കി സർക്കാരിനെതിരെ തിരികുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ചുമതലയുള്ള വിശ്വനാഥ് സിൻഹയും സംസ്ഥാന പോലീസ് മേധാവി റാവട ചന്ദ്രശേഖരും ഒപ്പം തന്നെ പോലീസ് ഉപദേഷ്ടാവ് ഹേമചന്ദ്രനും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഒരു വിലയിരുത്തൽ, അതൊരു കുറ്റപ്പെടുത്തൽ കൂടിയായി പറയുന്നത്, ഇത് 10 വർഷമായി LDF സർക്കാർ ഈ വിഷയത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം നടത്തുകയാണ്. UDF സർക്കാർ അധികാരത്തിൽ ഏറ്റെടുത്ത് ദിവസങ്ങൾ പോലും കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് അതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരു വിഫലമായ ശ്രമമാണിപ്പോൾ LDFിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആ ഒരു സാഹചര്യം കൂടി മുൻകൂട്ടി കണ്ട് ഈ കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കാനുള്ള തീരുമാനമാണ്. കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു തീരുമാനം ലഭിച്ചാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ ഒരു തീരുമാനമാണ്. നിലവിലെ സാഹചര്യം പൂർണ്ണമായും കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അത് കോടതിയോട് ഇതിൽ ഒഴിപ്പിക്കലിന് സാവകാശം നേടാനുള്ള തീരുമാനം പ്രദേശവാസികളുമായി സംസാരിക്കാൻ മന്ത്രി റോജി എം ജോണിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ നടത്തുകയാണ്. അത് ആ വിഷയം സങ്കീർണമായി സർക്കാരിനെതിരെ പ്രദേശവാസികൾ തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് വിലയിരുത്താം. ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവുകയും, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉന്നതിയിലെ മുഴുവൻ ആളുകളെയും ഒഴിപ്പിക്കുക, ഫലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷം, അതുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ, മാത്രവുമല്ല അത് പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ചർച്ച, അതൊക്കെ സർക്കാരിന് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ. അതുകൊണ്ട് അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സർക്കാർ അതിൽ വളരെ പെട്ടെന്ന് ഇടപെടുന്നത്. ആഭ്യന്തരമന്ത്രി ഇന്നലെ ഈ വിഷയത്തിൽ മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടി അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്ത് അതിലുള്ള തീരുമാനം എല്ലാം കോടതിയെ ധരിപ്പിക്കുക എന്നതാണ്. എന്നിട്ട് കോടതി എന്താണോ തീരുമാനമെടുക്കുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. ഇടയിൽ പ്രദേശവാസികളുമായി മന്ത്രി റോജി എം ജോൺ ആശയവിനിമയം നടത്തുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാരിൻ്റെ ബുദ്ധിപൂർവമായ ഒരു ഇടപെടലാണ്. കാരണം ഇത് കൈവിട്ടു പോകുന്ന കേസാണ്, പൊള്ളുന്ന കേസാണ്. ഇന്നലെ തന്നെ ചില ദൃശ്യങ്ങൾ വന്നത് ഇതിനകം തന്നെ വലിയ രീതിയിൽ സർക്കാരിനെതിരെയുള്ള പ്രതിനായുധമായിട്ട് മാറുകയും ചെയ്യും. സർക്കാർ അധികാരത്തിൽ വന്ന് 3ാമത്തെ ദിവസമാണ് ഈ പോലീസ് ആക്ഷൻ എന്നതും ശ്രദ്ധേയമാണ്. മറുചോദ്യമുണ്ട്, 5 വർഷം അധികാരത്തിലിരുന്ന LDF സർക്കാർ എന്ത് ചെയ്തു? LDF സർക്കാരിന്റെ മറുപടി, 5 വർഷവും ഞങ്ങൾ ഒരു പോലീസ് ആക്ഷനും പോയില്ല. കാര്യങ്ങൾ തന്ത്രപരമായി തന്നെ നമ്മൾ കൈകാര്യം ചെയ്തു. തന്ത്രപരമായി എന്ത് ചെയ്തു? നിശബ്ദമായിരുന്നു. കാരണം അഭിഭാഷക കമ്മീഷൻ വരും, പോലീസ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കില്ല. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി മുനിസിഫ് കോടതിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. മുനിസിഫ് കോടതിയാണ് മേൽനോട്ടം നിർവഹിക്കേണ്ടത്. അമീനോട് പറഞ്ഞിരിക്കുന്നു 25-ാം തീയതിക്ക് മുമ്പ് കുടിയൊഴിപ്പിച്ച് റിപ്പോർട്ട് തരണം, പരിസ്ഥിതി റിപ്പോർട്ട് തരണം. ആരുടെ സംരക്ഷണം കൊടുക്കണം? പോലീസ് സംരക്ഷണം കൊടുക്കണം എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് കോടതിയോട് ആവശ്യപ്പെടുന്നു. കൈപൊള്ളുന്ന വിഷയമാണ്, സമയം കുറച്ച് തരണം എന്നുള്ളതാണ്. നമ്മൾ യാക്കോബായ ഓർത്തഡോക്സ് വിധിയിലൊക്കെ സമാനമായ രീതിയിൽ സർക്കാർ തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചിരുന്നില്ലേ? അത് തന്നെയാണ് ഇവിടെയും അഭികാമ്യം. പാവപ്പെട്ട ആ മനുഷ്യരെ ഇറക്കി വിടണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കേസൊക്കെ നിങ്ങൾ ജയിച്ചിട്ടുണ്ടാവും. കേസ് എങ്ങനെ ജയിക്കുന്നതെന്ന് പൊതുവെ ഒരു ധാരണയുണ്ടല്ലോ. നിങ്ങളുടെ കയ്യിൽ ചില തെളിവുകളുണ്ടാവും. പക്ഷേ ആ തെളിവുകൾക്കും അപ്പുറം നീതിയുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയുള്ള മനുഷ്യരെ കുടിയിറക്കി വിടണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതൊരു മനുഷ്യാവകാശ പ്രശ്നമല്ലേ? ഒരു ഭാഗത്ത് നീതി എന്ന് പറയുന്ന വിധിയും മറുഭാഗത്ത് നീതി എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രശ്നവും നിൽക്കുമ്പോൾ നിങ്ങൾ ഏതിനോടൊപ്പം നിൽക്കും എന്നതാണ്